നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു. ഈ മാസം തുടക്കത്തിൽ, അതായത് നവംബർ മാസം 6 മുതൽ ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്തിരുന്നു. ഇത് നവംബർ മാസത്തെ പെൻഷൻ തുകയല്ല, കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഗഡു വിതരണമാണ് നവംബർ ആദ്യം നടന്നത്. ശമ്പളം, പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്രങ്ങൾ ഇറക്കി 1249 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ഇതിനായുള്ള ലേലം നവംബർ 19-ന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ-കുബർ പോർട്ടലിൽ നടക്കും. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക. നവംബർ 5-ന് കേരളം 1000 കോടി രൂപ കടമെടുത്തിരുന്നു. 19-ന് 1249 കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പു സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കടം 29,247 കോടി രൂപയാകും. 21,253 കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്രം നേരത്തെ കേരളത്തെ അനുവദിച്ചിരുന്നത്. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിൽ കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങേണ്ടി വരും. കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല. കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട്. അധികമായി 11,500 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. നവംബർ മാസത്തെ പെൻഷൻ വിതരണം നവംബർ 20-ന് ശേഷം ആരംഭിക്കും. പെൻഷൻ തുക മുടങ്ങിയവർ സേവനയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തുക. അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നൽകുക. നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതിയോടുകൂടി ആരംഭിക്കും. അപ്പോൾ നവംബർ മാസത്തിൽ ഓരോ പെൻഷൻ ഉപഭോക്താക്കൾക്കും ലഭിക്കുക 3,200 രൂപ വീതമായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.